യേശു എൻ്റെ രക്ഷിതാവാണ് എന്ന് പറയുന്ന നിമിഷം നിന്റെ ഭവനത്തിനകത്തിലെ കെട്ടുകൾ അഴിഞ്ഞു തുടങ്ങുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ശ്രേഷ്ഠതയുടെ കരം ഈ സമയം നിങ്ങളുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും അനുഗ്രഹമായിട്ട് വെളിപ്പെട്ടു വരുവാൻ ഇടയാകട്ടെ. ഒരു അസാധാരണമായൊരു ദൈവിക വെളിപ്പാട് നിങ്ങളുടെ ജീവിതത്തിൽ അത് പങ്കുവെക്കുവാൻ, കൈമാറുവാൻ കർത്താവിൽ ഞാൻ ആശ്രയിക്കുകയാണ്. ഇത് മുഴുവൻ വളരെ ശ്രദ്ധയോടെ കേൾക്കുക, എന്നിട്ട് അതിനനുസരിച്ച് ചുവട് വെക്ക്. നിശ്ചയമായും നിങ്ങൾ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. വചനത്തെക്കുറിച്ച്, കർത്താവിനെക്കുറിച്ച്, യേശുവിനെക്കുറിച്ച് എത്രത്തോളം അറിവ് നിങ്ങൾക്കുണ്ട്, എത്രത്തോളം അറിവ് നമ്മുടെ ഉള്ളത്തിൽ ശക്തിയോടെ വെളിപ്പെടുന്നു, അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഉറച്ച ചുവടുകൾ വെക്കുവാൻ കഴിയും. യേശു കർത്താവ് പറയുകയാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അതുപോലെ നാം ഒരു ഇരുട്ടുള്ള പ്രദേശത്തു കൂടെ യാത്ര ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ആ സ്ഥലത്തെക്കുറിച്ചുള്ള വഴി അറിയില്ല. ഒരു പ്രത്യേക ഭാഗത്ത് എത്തിയാൽ പിന്നീടുള്ള 10 മിനിറ്റ് യാത്രയായി നമുക്കറിയാൻ വരും. ആ സ്ഥലം എത്തുന്നത് വരെ നമ്മുടെ ഉള്ളിലൊരു ആന്തലുണ്ടാകും, ഒരു വല്ലാത്തൊരു ഭാരമുണ്ടാകും. കർത്താവേ, വഴി തെറ്റിയോ? ഞാൻ പോകുന്നത് ശരിയായ റൂട്ടിലാണോ? എന്നാൽ എങ്ങനെയൊക്കെയോ നമുക്കറിയാവുന്ന ആ ഭാഗം വരെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് ആ സന്തോഷം വരും. പിന്നെ എന്നാ, 2 സ്ട്രീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീടെത്തി, അല്ലെങ്കിൽ ഇന്ന സ്ഥലം എത്തി, അല്ലെങ്കിൽ ആ ചർച്ച എത്തി. ആമേൻ. ഇതുപോലെ വഴി അറിയാതെ ഇരിക്കുമ്പോൾ, കുറേയേറെ കാര്യാദികൾ നമുക്ക് അറിയാതെ ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു വല്ലാത്തൊരു ഭാരം ഉണ്ടായിരിക്കും. ഇത് കറക്റ്റ് തന്നെയാണോ എന്നുള്ള ഒരു കാര്യത്തിൽ. അങ്ങനെയെങ്കിൽ ആ വഴി അറിയുന്ന സ്ഥലത്തെത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ അതുവരെ ഉണ്ടായിരുന്ന ഒരു വിങ്ങിപ്പൊട്ടലുണ്ടല്ലോ, അതെല്ലാം അങ്ങ് പോയി നമ്മുടെ മുഖത്ത് നാം അറിയാതെ ഭയങ്കര സന്തോഷം ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുവാണെങ്കിൽ നാം മാത്രം അത് അനുഭവിക്കും, മറ്റുള്ളവരോട് പറയാൻ കഴിയില്ല. നാം മാത്രം അനുഭവിച്ച് അതിങ്ങനെ പോകുമ്പോൾ നാം തന്നെത്താനെ എൻജോയ് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. അതുപോലെ തന്നെ പ്രിയ ദൈവവൈതലേ, നിനക്കൊരു അറിവ് വചനത്തിനകത്തിൽ നിന്ന് ലഭിക്കാൻ തുടങ്ങിയ ആ വചനത്തിനകത്തിലെ ശ്രേഷ്ഠതയേറിയ അറിവിനകത്തിൽ നീ മുമ്പോട്ട് ചുവട് വെക്കുമ്പോഴാണ് അത്ഭുതകരമായ ദൈവത്തിന്റെ പ്രവർത്തികൾ ശക്തിയോടെ വെളിപ്പെട്ടു വരുന്നത്. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്തൻ 2 തലമുറകളെ കുറിച്ച് പറയുന്നു. മൂത്തവൻ മുടിയൻ പുത്രൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവൻ തനിക്ക് വേണ്ടുന്ന വസ്തുവകകളും മറ്റു കാര്യങ്ങളും എല്ലാം അപ്പനെ നിർബന്ധിച്ചു വാങ്ങി അതെല്ലാം കൈക്കലാക്കി അവൻ ദൂരദേശത്തേക്ക് പോയി. ഇപ്പോഴത്തെ ഭാഷയെ പറഞ്ഞ് അടിച്ചു പൊളിച്ച് തകർത്തു. എല്ലാം കഴിഞ്ഞപ്പോൾ അവൻ പട്ടിണിയായി. അവൻ പലവിധമായ ജോലിയൊക്കെ ചെയ്യാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു പോകുന്നു. അപ്പോൾ അവന് അവൻ്റെ അപ്പൻ്റെ വീടിനെ കുറിച്ചുള്ള ബോധ്യം ഉള്ളത്തിൽ വെളിപ്പെടാൻ തുടങ്ങി. അപ്പോൾ അവൻ പറയുക, ഞാൻ എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി ചെല്ലും, അവിടെ എൻ്റെ അപ്പൻ എന്നെ സ്വീകരിക്കും. ഞാൻ ആ അപ്പനോട് ക്ഷമ പറയുന്നത് അവൻ അന്ന് തന്നെ കണ്ടു. അങ്ങനെ അവൻ പറഞ്ഞു പഠിച്ചു, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു, എന്നോട് ക്ഷമിക്കണം, ഒരു വേലക്കാരനെ പോലെ കരുതിയാൽ മതി എന്ന നിലയിൽ താൻ പല ആവർത്തി അകത്തളത്തിൽ ചിന്തിക്കാൻ തുടങ്ങി. ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയതും അവൻ്റെ അപ്പൻ്റെ വീടിനെ കുറിച്ചുള്ള അറിവ് അവനിൽ വെളിപ്പെട്ടു തുടങ്ങിയപ്പോൾ അവൻ ഏത് ദിശയിലേക്കാണോ റോങ് ആയിട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് അവിടെ നിന്ന് നേരെ അബൌട്ട് ഇടിക്കുന്ന ആ ഒരു ഭാഗത്തിലേക്ക് എത്തുകയാണ്. അവൻ എന്ത് ദിശയിലേക്ക് യാത്ര ചെയ്തു അതിന് നേരെ വിപരീത ദിശയിലേക്ക് അവൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് നടക്കുവാൻ അവൻ തുടങ്ങി. പ്രിയരെ, ഇതുപോലെ ദൈവത്തെക്കുറിച്ച് നാം എപ്പോഴാണോ അറിയുന്നത്, നമുക്ക് വേണ്ടുന്ന അവകാശത്തെക്കുറിച്ച് എപ്പോഴാണോ നാം അറിയുന്നത്, അപ്പോൾ മാത്രമാണ് യഥാർത്ഥമായിട്ട് നാം ബൈബിളിന്റെ അടിസ്ഥാനത്തിനകത്ത് നിലനിൽക്കാൻ തുടങ്ങുന്നത്. നീ ശ്രദ്ധിച്ചു നോക്കിയേ, അവൻ ദൂരെ നിന്ന് വരുന്നതേ അപ്പൻ കണ്ടു. അവൻ ഓടിച്ചെന്നു, അവനെ കെട്ടിപ്പിടിച്ചു, കഴുത്തിന് ചുംബിച്ചു, അവനെ വീട്ടിലോട്ട് കയറ്റി. എന്നിട്ടോ ഈ അപ്പന്റെ സന്തോഷം അത് പ്രകടമാക്കത്തക്ക നിലയിൽ അവനൊരു വലിയ വിരുന്ന് അല്ലെങ്കിൽ ഒരു സദ്യ അവിടെ റെഡിയാക്കുകയാണ്. ഇനി ശ്രദ്ധിക്കണേ, 2ാമത്തെ മകൻ അവൻ കടന്നു വന്ന് വീട്ടിനകത്ത് കയറാതെ നിൽക്കുമ്പോൾ ഈ അപ്പൻ ചെന്ന് ആ മകന്റെ അടുക്ക് ചെന്നിട്ട് പറയുക, എന്താ നീ കയറി വാ, നിന്റെ സഹോദരൻ വന്നിരിക്കുന്നു. അപ്പൊ അവൻ പറയുക, ഇത്രയും നാൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരുന്നു,
എനിക്കൊരു കാളയെയോ മറ്റു കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. അപ്പോൾ ആ അപ്പം പറയുന്ന ഭാഗം ഒന്ന് ശ്രദ്ധിച്ചേ. എടാ, ഇതെല്ലാം നിന്റെ അല്ലേ? നിന്റെ അവകാശത്തിലുള്ളതല്ലേ ഇത്? നിനക്കെടുക്കാമായിരുന്നല്ലോ എന്ന നിലയിൽ അപ്പൻ വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി സംസാരിക്കുക. അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവമൈതലേ, ഈ ഉലകത്തെ സൃഷ്ടിച്ച നല്ല കർത്താവിന്റെ മക്കളായിട്ട് നമ്മൾ നിന്നിട്ട് ഇതുവരെ നമുക്കൊന്നും പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അത് ആരുടെ കുഴപ്പമോ? നമ്മുടെ അടിസ്ഥാനത്തിന്റെ കുഴപ്പമല്ലേ? നമ്മുടെ അറിവിന്റെ കുഴപ്പമല്ലേ? അങ്ങനെയാണെങ്കിൽ ആ അറിവിനെ ഈ ദിവസങ്ങളിൽ പുറത്തു കൊണ്ടുവരിക. സങ്കീർത്തനക്കാരൻ വ്യക്തമായി വിളിച്ചു പറയുന്നു, ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും അവർക്കുള്ളതാകുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഉലകം മുഴുവൻ എൻ്റെ കർത്താവിന്റെ കരത്തിലിരിക്കുന്ന ആ കർത്തൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പനാണ്. അപ്പോ എനിക്ക് അവകാശപ്പെട്ടത് നേടിയെടുക്കാൻ വേണ്ടി ഞാൻ ഈ കിടന്ന് ബദ്ധപ്പാട് നടത്തേണ്ട കാര്യമുണ്ടോ? ഇല്ല. അധികാരത്തോടെ കൽപ്പിച്ചു തുടങ്ങുക, എൻ്റെ അവകാശം യേശുവിന്റെ നാമത്തിൽ എന്നിലേക്ക് കടന്നു വരിക. ആമേൻ. നിങ്ങൾ ഒരപ്പനും മകനും തമ്മിലുള്ള ബന്ധത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിശ്ചയമായും അപ്പന്റെ അധികാരത്തെ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കി മകന്റെ സ്ഥാനത്ത് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കേണ്ടുന്ന സമയം എത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ഈ അധികാരത്തിനകത്ത് എനിക്ക് എപ്പോൾ നിൽക്കാൻ കഴിയും? കർത്താവിന്റെ ആ സ്നേഹത്തിൽ നാം ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കിവയെല്ലാം വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. കർത്താവിന്റെ സ്നേഹമാണ് പടകിൽ വ്യക്തമായി വെളിപ്പെട്ടു വരുന്നത്. എന്താ അവിടെ കാണുന്നത്? രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ ഇരിക്കുമ്പോൾ കർത്താവ് വിളിച്ചു പറയുക, ആഴത്തോട്ട് നീക്കി നിങ്ങൾ വലയെറിയ. ആ വലയെറിഞ്ഞപ്പോ അവർക്ക് പെരുത്ത മീൻകൂട്ടം കിട്ടി. ഒരു ദിവസം ഇവരെല്ലാവരും യാത്ര ചെയ്യുക. യേശു കർത്താവ് കിടന്ന് ഉറങ്ങുകയാണ്. കടല് പ്രക്ഷുബ്ധമായി. കർത്താവിനെ ഇവര് വിളിച്ചുണർത്തി, നാഥ, ഞങ്ങൾ നശിച്ചു പോകാൻ പോകുന്നു. യേശു കർത്താവ് എഴുന്നേറ്റ് നിന്ന് നെറ്റിനെയും കടലിനെയും ഒക്കെ അവിടെ ശാസിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നിട്ട് അവരെ ശാസിക്കുകയും ശാസിച്ച് അവരെ ഒന്നുകൂടെ ബലപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രിയ ദൈവവേദനയെ, പ്രക്ഷുബ്ധമായി നിൽക്കുന്ന നിന്റെ കുടുംബത്തിന്റെ സാഹചര്യമോ നിന്റെ വീടിന്റെ അന്തരീക്ഷമോ എന്തു തന്നെ പ്രതിസന്ധിയായി മുമ്പിൽ കടന്നു വന്നാൽ, ആ പ്രശ്നം മുമ്പിൽ കടന്നു വരുമ്പോൾ, നിനക്ക് പരിഹരിക്കാൻ കഴിയാത്ത ആ വിഷയം മുമ്പിൽ കടന്നു വരുമ്പോൾ നീ എന്താ ചെയ്യണ്ടേ? ആ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അധികാരത്തോടെ, എനിക്കൊരു അധികാരമുണ്ട്, എൻ്റെ യേശു എനിക്ക് തന്ന ഒരു അധികാരമുണ്ട്. ആ അധികാരത്തിൽ ആ ഉലകത്തെ സൃഷ്ടിച്ച നല്ല കർത്താവിന്റെ അപ്പനാണ് എന്നൊരു ബോധ്യം, ആ ഒരു ശക്തി, ആ ഒരു ബലത്തിൽ നീ എഴുന്നേറ്റ് നിൽക്കണമെന്നാണ് ഈ പകലിൽ ഞാൻ അധികാരത്തോടെ കൈമാറുന്നത്. നിങ്ങൾ റോഡിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു പോലീസ് കൈ കാണിച്ചു, നിങ്ങളൊരു കമ്മീഷണറുടെ മകനാണെങ്കിൽ, രാജ്യം ഭരിക്കുന്ന ഏതെങ്കിലും മന്ത്രിയുടെയോ MP-യുടെയോ മകനാണ് എങ്കിൽ അവിടെ എന്താ ചെയ്യുന്നേ? ഒറ്റ കാര്യമുള്ളൂ, അപ്പന്റെ പേര് പറയും. അങ്ങനാണെങ്കിൽ മെസ്സേജ് കേൾക്കുന്ന സമയം മുതൽ നിന്നെ വിടുവിച്ച യേശു എന്ന ആ സ്വർഗീയ പിതാവിനെ കുറിച്ച്, അപ്പനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാമോ? നിന്റെ ആ പ്രശ്നം വരുമ്പോൾ യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞു തുടങ്ങാമോ? നിന്റെ ആ കുടുംബത്തിനകത്തിലെ പ്രതിസന്ധിയെ ജയിക്കാൻ യേശുവിന്റെ നാമത്തിൽ അതിനെതിരെ കൽപ്പിക്കാൻ തുടങ്ങാമോ? നിന്റെ മുമ്പിൽ വഴിയടഞ്ഞു കിടക്കുന്ന സകല വിഷയത്തെ നോക്കി ആ അപ്പന്റെ പേരൊന്ന് പറയാമോ? പേര് പറഞ്ഞാൽ അവിടം കൊണ്ട് വലിയ ചില വിടുതലുകൾ സംഭവിക്കാൻ തുടങ്ങും. ജോഷുവ എന്ന വ്യക്തി ഒന്ന് എടുത്തു നോക്കിക്കേ. അവന് ഇഷ്ടികക്കളത്തിൽ മാത്രം ജോലി ചെയ്ത, അടിമക്കളത്തിൽ മാത്രം ജോലി ചെയ്ത ആ ഒരു പരിചയമുള്ളൂ. ഭൂമി എന്താ, സൂര്യൻ എന്താ, ചന്ദ്രൻ എന്താ ഒന്നും അറിയില്ല. പക്ഷെ അവനൊരൊറ്റ കാര്യം അറിയാം, ഞാൻ പറഞ്ഞാൽ അത് സംഭവിക്കും. അവനൊറ്റ കൽപ്പന, സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയ്യോല താഴ്വരയിലും നിൽക്ക്. അങ്ങനെ സംഭവിച്ചെന്നേ. സയൻസിന്റെ ഭാഷ നോക്കിയ ആ മനുഷ്യൻ പറഞ്ഞത് ശരിയാണോ? അല്ല. സൂര്യൻ ഒരിടത്ത് നിൽക്കുന്നു, ചന്ദ്രൻ ഒരിടത്ത് നിൽക്കുന്നു, ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ മനുഷ്യൻ പറയുന്നു, ഈ ജോഷുവയുടെ ഉള്ളിലെ അറിവിനകത്ത് ജോഷുവ പ്രഖ്യാപിച്ചു, സൂര്യ നീ നിൽക്ക്, ചന്ദ്ര നീ നിൽക്ക്. അതുപോലെ ആ സമയത്ത് ഭൂമിയെ നിർത്തി ഈ മകനെ കർത്താവ് അവിടെ കരുതുകയാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവപൈതലേ, ഈ ദിവസം നിന്റെ അറിവ് പരിമിതമാക്കി കളയാൻ പിശാച് ശ്രമിച്ചിടത്തു നിന്ന് അറിവിന് ഒരു എൻലാർജ്മെന്റ് സംഭവിക്കട്ടെ, വലിയ വർധനവുകൾ സംഭവിക്കട്ടെ. അവിടെ നീ അനുഗ്രഹിക്കപ്പെടുവാനിടയാകും. നീ അധികാരത്തോടെ ചുവട് വെക്കാൻ തുടങ്ങി. യേശുവിനെ നോക്കിക്കൊണ്ട്
പത്രോസ് മുമ്പോട്ട് ചുവട് വെച്ചു. വെള്ളത്തിന്റെ മുകളിലാണ് അവൻ നിൽക്കുന്നത്. പക്ഷേ പിന്നീട് ആ യേശുവിന്റെ മുമ്പിൽ നിന്ന് ആ ചുവട് മാറി. യേശുവിന്റെ മുഖത്തു നിന്ന് അവന്റെ കണ്ണ് മാറിയപ്പോൾ, ആ യേശുവിൽ നിന്നുള്ള പ്രത്യാശ അവന് നഷ്ടപ്പെട്ടപ്പോൾ അവൻ വെള്ളത്തിൽ താണു. പക്ഷെ ആ വെള്ളത്തിൽ താണടത്തും യേശു കർത്താവ് വന്ന് അവനെ കരം പിടിച്ച് അല്പവിശ്വാസി എന്ന് വിളിച്ചു എന്നുള്ളത് സത്യമാണെങ്കിൽ പോലും ആ വെള്ളത്തിന്റെ മുകളിൽ 2 ചുവട് വെക്കാനാണ് നീ ഇറങ്ങി തിരിച്ചത് എങ്കിലും ആ യേശു കർത്താവ് കൂടെ നിന്നെ നിർത്തുകയാണ്. പ്രിയ ദൈവമേ, നീ ഇറങ്ങിത്തിരിക്കാൻ തയ്യാറാണോ? ഒരു ചുവടെങ്കിലും കർത്താവിന്റെ നാമത്തിൽ വെക്കാൻ തയ്യാറാണോ? ഉറപ്പ് പറയാം, നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. നിന്റെ അവകാശത്തെ പ്രാപിക്കാൻ തയ്യാറെടുക്കുക. രോഗത്താൽ ഭാരപ്പെടുമ്പോൾ ശക്തിയോട് വിളിച്ചു പറയുക, യേശുവിന്റെ അടിപ്പിണറിൽ ഞാൻ സൗഖ്യത്തെ കാണുക, അത് ഞാൻ സ്വീകരിക്കുക, അതെന്റെ തലമുറയിലേക്ക്, എൻ്റെ ഭവനത്തിനകത്തിൽ അധികാരത്തോടെ അത് വെളിപ്പെട്ടു വരുവാൻ ഇടയാകട്ടെ. ഇനി മുതൽ അധികാരത്തെ ശക്തിയോടെ ഉപയോഗിക്കുക. കർത്താവിനുള്ള സ്നേഹത്തിൽ ആഴത്തിൽ നിലനിൽക്കുക. ആ യേശു കർത്താവിന്റെ സ്നേഹം നിന്നെ മാടി വിളിക്കുന്നു. ആ ദൈവസ്നേഹത്തിനകത്ത് നാം മുമ്പോട്ട് യാത്ര ചെയ്യുമ്പോൾ അവിടെ അസാധാരണമായ അത്ഭുതങ്ങൾ അധികാരത്തോടെ വെളിപ്പെട്ടു വരുവാൻ ഇടയാകും. സങ്കീർത്തനം 145:19 ഭക്തന്മാരുടെ ആഗ്രഹം നിവർത്തിക്കും. പ്രിയരെ, ഈ വചനങ്ങളെ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കിയിട്ട് നാം മുമ്പോട്ട് ചുവട് വെക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി നിന്നിക്കൂടെ വെളിപ്പെടും. ഇനി അടുത്തത്, നിന്നിൽ ആ വെളിപ്പാട് എപ്പോൾ ഉടലെടുക്കുന്നുവോ, ആ ഉടലെടുക്കുന്ന ആ സമയം മുതൽ ആ ഏരിയയിൽ നിന്ന് പൈശാചിക ആധിപത്യങ്ങൾ മാറി നിൽക്കും. നിനക്ക് ആ അറിവ് ലഭിക്കുന്ന സമയം അവിടെ മുതൽ നിന്റെ ജീവിതത്തിലെ വിടുതൽ ആരംഭിക്കുകയാണ്. പൈശാചിക ആധിപത്യങ്ങൾ പലപ്പോഴും ഈ ഒരു അറിവ് നിന്നിലെത്താതിരിക്കുവാൻ വേണ്ടി പലവിധമായ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അറിവ് ലഭിച്ചാൽ പിന്നെ അവന് നിന്നെ ഒരു രീതിയിലും തകർത്ത് കളയാൻ കഴിയത്തില്ല. യേശു എൻ്റെ രക്ഷിതാവാണ് എന്ന് പറയുന്ന നിമിഷം നിന്റെ ഭവനത്തിനകത്തിലെ കെട്ടുകൾ അഴിഞ്ഞു തുടങ്ങുകയാണ്. നിന്റെ ജീവിതത്തിൽ അതുവരെ ഉണ്ടായിരുന്ന സകല ശാപബന്ധനങ്ങളും അവിടെ അഴിയുകയാണ്. ഈ ദിവസം അങ്ങനെ ഒന്ന് വിശ്വസിക്കുക. അധികാരത്തോടെ പറ, കർത്താവിന്റെ മഹത്വത്തിൽ ഞാൻ മുമ്പോട്ട് യാത്ര ചെയ്യും. അതുകൊണ്ടാണ് ജ്ഞാനിയിൽ ജ്ഞാനിയാകുന്ന ശലോമോൻ ആ ഭരണം ഏറ്റെടുക്കുന്നതിന് മുമ്പ് താൻ ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് കർത്തനോട് പറഞ്ഞു, ഇതിനൊന്നും എനിക്ക് പ്രാപ്തിയില്ല, ഇതിനുള്ള ജ്ഞാനം എനിക്കില്ല, അതുകൊണ്ട് കർത്താവെ ആ ജ്ഞാനം എനിക്കൊന്ന് പകരണമെന്ന് യഥാർത്ഥമായിട്ട് അവൻ കർത്തന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവന് വേണ്ടുന്ന വിശേഷതയേറിയ ജ്ഞാനത്തെ കർത്താവ് കൈമാറിക്കൊടുത്തു എന്ന വചനം പറയുന്നത്. അങ്ങനെ ജ്ഞാനം അവനിൽ പകരപ്പെട്ടപ്പോൾ അയൽവക്കത്തു നിന്നും എല്ലാ രാജ്യങ്ങളിൽ നിന്നും രാജാക്കന്മാർ ഇങ്ങോട്ട് വന്നിട്ട് അവന്റെ ജ്ഞാനം കേൾക്കാൻ വേണ്ടിയിരുന്നു. ജ്ഞാനം കേട്ടിട്ടോ അവർ അനേക വില കൂടിയ സമ്മാനങ്ങൾ കൊടുത്തു. നീ ശ്രദ്ധിക്കണേ, രാജാക്കന്മാരുടെ കാലഘട്ടം മുഴുവൻ എടുത്ത് പരിശോധിച്ചു നോക്കിക്കേ, ശത്രു രാജ്യങ്ങളിലുള്ള രാജാക്കന്മാർ പോലും ശലോമോനുമായിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. അവന്റെ അപ്പന്റെ കാലഘട്ടം നോക്കിക്കേ, യുദ്ധം മാറിയിട്ട് സമയമില്ലായിരുന്നു. പക്ഷേ ജ്ഞാനം വ്യക്തമായി വിളിച്ചു പറയുന്ന ഈ മകന്റെ ജ്ഞാനം കേൾക്കാൻ വേണ്ടി ശത്രു രാജ്യത്തുനിന്ന് പോലും ആൾക്കാർ വന്ന് ഇവന്റെ മുമ്പിൽ വട്ടം കൂടിയിരിക്കുക. പ്രിയ ദൈവവേദലേ, അങ്ങനെ ആണെങ്കിൽ നീ ഒന്ന് യഥാർത്ഥമായിട്ട് കർത്താവിനോട് പറ, അപ്പ എനിക്ക് അറിവ് ഒന്ന് യഥാർത്ഥമായി വെളിപ്പെടണം. ആ അറിവ് വെളിപ്പെട്ടാൽ നിനക്ക് അധികാരത്തോടെ മുമ്പോട്ട് യാത്ര ചെയ്യാൻ കഴിയും. അറിവില്ലായ്മയിൽ നിന്ന് യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ തന്നെയാണ് കർത്താവ് ഈ അറിവ് അകത്തോട്ടിട്ട് അവനെ ബലപ്പെടുത്തി അവനെ ഒരു പുതിയ ശക്തി കൊടുത്ത് എഴുന്നേൽപ്പിച്ച് നിർത്തിയത്. അവന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ 3000 പേര് സഭയ്ക്കകത്തിലേക്ക് കയറി. അടുത്തത് അവർ പള്ളിയിലോട്ട് പോവുക, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം. ഈ പറയപ്പെടേണ്ടുന്ന അറിവാണ് അവനിൽ നിന്ന് യഥാർത്ഥമായിട്ട് വെളിപ്പെട്ടു വരേണ്ടത്. നമ്മിൽ ഓരോരുത്തരിൽ നിന്നും അത് പുറത്തു വരേണ്ടത്. ഈ അറിവിനെയാണ് ദുഷ്ടൻ പലപ്പോഴും മതില് കെട്ടി നാം അറിയാതിരിക്കത്തക്ക നിലയിൽ നമ്മിൽ നിന്ന് മാറ്റിക്കളയുന്നത്. പലപ്പോഴും യേശുവിനെ അറിഞ്ഞു, യേശു നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ ഭയപ്പെട്ട് മാറി നിൽക്കുന്ന അനുഭവങ്ങൾ,
അതിനകത്തിൽ നിന്നൊരു വിടുതലാണ് കർത്താവിന്റെ വചനത്തിൽ കൂടി ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കും. അതുകൊണ്ട് ഇന്ന് പകൽ മുതൽ അധികാരത്തോടെ പറ, ഇതെന്റെ അപ്പന, അതുകൊണ്ട് ഞാൻ കൽപ്പിക്കും, യേശുവിന്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. ആ വിടുതൽ സംഭവിക്കുന്നത് വരെ കൽപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം പറയുമ്പോൾ നമ്മുടെ ജ്ഞാനത്തിനകത്ത് സംഭവിക്കുന്നില്ലായിരിക്കും. പക്ഷേ വീണ്ടും വീണ്ടും വിശ്വാസത്തോടെ നീ പ്രഖ്യാപിക്കുമ്പോൾ ഉറപ്പായും അത് നടന്നിരിക്കും. അടുത്തത്, നിന്റെ ഒരു വിഷയം വിടുതലായാൽ, ആ വിടുതൽ കിട്ടിയാൽ, ചെറിയ വിടുതൽ കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എങ്കിലും നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നീ അടുത്ത വൻ കാര്യങ്ങളെ പ്രഖ്യാപിക്കാൻ തുടങ്ങും. ഇതെവിടെയാണ് കുറ്റം പറച്ചിലും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്? ഒരു വിടുതൽ പോലും സംഭവിക്കാത്തവൻ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനാണെങ്കിൽ പ്രിയ ദൈവവേദലേ, അധികാരത്തോടെ നീ ഒന്ന് പറഞ്ഞു തുടങ്ങിക്കേ. നീ അനുഭവിക്കുന്ന ആ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ അത് നിന്റെ കയ്യിൽ തന്നെ ഉണ്ട്. അതിനെ ഈ ദിവസം ഒന്ന് പ്രഖ്യാപിച്ചു തുടങ്ങുക. ഈ ദിവസം യേശുവിന്റെ നാമത്തിൽ അധികാരത്തോടെ വിശുദ്ധിയോടെ നിന്ന് കർത്താവിനോട്, കർത്താവേ, അപ്പ, എനിക്കിപ്പോ കാര്യം പിടികിട്ടി, അതിനനുസരിച്ച് ഞാൻ ചൂടുവെക്കാൻ പോവുകയാണ്. ആ ഒരു തലത്തിൽ മുമ്പോട്ട് യാത്ര ചെയ്യാൻ കർത്താവ് നിങ്ങളെ ഈ ദിവസങ്ങളിൽ സഹായിക്കട്ടെ. അധികാരത്തോടെ മുമ്പോട്ട് പോകും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ അധികാരം തന്നിരിക്കുന്നു. അങ്ങനെ ആണെങ്കിൽ അധികാരം ഉപയോഗിക്കുന്നവരായിട്ട് കർത്താവിന്റെ നാമത്തിൽ തീരട്ടെ. ആ സ്നേഹത്തിൽ മുമ്പോട്ട് യാത്ര ചെയ്യുക. കർത്താവ് നിങ്ങൾക്ക് വൻ കാര്യങ്ങളെ ചെയ്തു തരും. I bless you in Jesus' name. Amen.